guys, welcome back to my channel Shini's Kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ 3 തവണ അരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ 1 തവണ അരിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 1 തവണ അരിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു ക്ലീൻ ആയ ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബേക്കേഴ്സിൻ്റെയാണ് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എഗ്ഗ് നന്നായി ബീറ്റ് വന്നതിന് ശേഷം കുറച്ചായിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്പാക്സിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന്. ഇപ്പം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുൾ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മോൾഡ് എടുക്കാം. അതിലേക്ക് ഇതുപോലെ ഓയിൽ തേച്ചതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഓയിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാനിപ്പോൾ കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് പ്രളയം റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/4 കപ്പോളം നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം മാറ്റി വയ്ക്കാം. ഈ സെയിം പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തതാണ്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് കാരമൽ സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രളയം നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മൾ ഈ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് കത്തി വെച്ച് ഫസ്റ്റ് സൈഡിൽ നിന്ന് വിടിയിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് മോൾഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. നല്ല സൂപ്പറായിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. നല്ല സൂപ്പറായിട്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഓറഞ്ചാണ് ചേർത്ത് കൊടുക്കുന്നത്.
അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ടൈഗറിൻ്റെ മിക്സി നിങ്ങൾ വാങ്ങുമ്പം ഏകദേശം ഈ ഒരു കളറായിരിക്കും അതിന്. അപ്പം ഞാനിവിടെ ടൈഗറിൻ്റെ അല്ല വാങ്ങിയത്, അതുകൊണ്ടാണ് ഇപ്പം ഞാനിവിടെ എക്സ്ട്രാ കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഇതുപോലെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം 3 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാരമൽ സോസും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് പ്രളയം ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാരമൽ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പ്രളയം ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് തേർഡ് ലെയർ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കേക്ക് ഫുള്ളൊന്ന് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിനുശേഷമാണ് നമ്മൾ കേക്ക് ഫുള്ളൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അരമണിക്കൂർ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കേക്ക് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ കൂടെ പ്രളയം നമ്മൾ ക്രഷ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുക്കാം. പിന്നെ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ബട്ടർസ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.